12കാരനായ വിദ്യാർത്ഥി 10 വയസ്സുകാരിയായ സഹോദരിക്ക് നൽകുന്നത് MDMA. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കൊച്ചിയിൽ ലഹരിക്ക് അടിമയായ 12കാരൻ 10 വയസ്സുകാരിയായ സഹോദരിക്ക് MDMA നൽകി. വീട്ടുകാർ ഉറങ്ങിക്കഴിയുമ്പോഴാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടി വീട്ടിൽ നിന്ന് ലഹരി ഉപയോഗത്തിനായി പോയിരുന്നത്. ലഹരി ഉപയോഗത്തിനായി വീട്ടിൽ നിന്നും കുട്ടി 3 ലക്ഷം രൂപയോളം മോഷ്ടിച്ചെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. വിവരം ചോദ്യം ചെയ്തതിന് കുട്ടി വീട്ടുകാരെ വരെ ആക്രമിച്ചു. കുട്ടിയെ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞിട്ടും എളമക്കര പോലീസ് DWCക്ക് റിപ്പോർട്ട് നൽകിയില്ല. തുടർച്ചയായി ലഹരി ഉപയോഗം ആൺകുട്ടിയുടെ മാനസികാവസ്ഥയിൽ വരെ മാറ്റമുണ്ടാക്കി. വീട്ടുകാരെ പോലും ആക്രമിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കുട്ടി എത്തിയിരിക്കുന്നത്. രാത്രി വീട്ടിൽ നിന്ന് സൈക്കിൾ എടുത്തുകൊണ്ടാണ് കുട്ടി ലഹരി ഉപയോഗിക്കാനായി പോയിരുന്നത്. ഒരു ദിവസം കുട്ടിയെ കാണാതായതോടെ രാത്രിയിൽ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് നെടുമ്പാശ്ശേരിക്ക് സമീപത്ത് നിന്ന് കുട്ടിയെ കണ്ടെത്തുന്നത്. കുട്ടിയിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി ഉപയോഗം കണ്ടെത്തുന്നത്. പിന്നാലെ ലഹരി വിമോചന കേന്ദ്രത്തിലെത്തിക്കുന്നു. മാതാപിതാക്കളെ കുട്ടി ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും വരെ ചെയ്തു. താൻ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെന്നും എന്തെങ്കിലും പറഞ്ഞാൽ മാതാപിതാക്കൾ ഉൾപ്പെടെ ജയിലിൽ പോകുമെന്നായിരുന്നു 12 വയസ്സുകാരന്റെ ഭീഷണി. ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ച ശേഷമാണ് 10 വയസ്സുകാരിയായ സഹോദരിക്ക് താൻ ലഹരി നൽകിയതായി 12 വയസ്സുകാരൻ വെളിപ്പെടുത്തുന്നത്. തുടർന്ന് സഹോദരിയെയും ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നു. നിലവിൽ കുട്ടി അക്രമാസക്തനായാണ് പെരുമാറിയിരുന്നത്. ലഹരിയുടെ ഉപയോഗം കുട്ടിയുടെ മാനസിക നില വരെ തകരാറിലാക്കിയിരുന്നുവെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം.